We have confirmation that the first and second stage engines have good performance. We have good structural parameter performance, and the Soyuz is delivering 930,000 pounds of thrust from its four boosters. ഡെസ്കിൽ നിന്നും സായ്കുമാർ തത്സമയം ചേരുന്നു. സായ്കുമാർ, ഗുഡ് ഈവനിങ് സായ്കുമാർ. അങ്ങനെ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നിമിഷത്തിലേക്കാണ് ഇപ്പോൾ അനിൽ മേനോനും സംഘവും പറന്നുയർന്നിരിക്കുന്നത്. അഭിമാന പേടകം സോയൂസ് MS-29 ഇപ്പോൾ യാത്രാമധ്യയാണ്. 11:26 കൂടിയാണ് ബഹിരാകാശ നിലയത്തിലെത്തുക. 1:25 കൂടി ഡോക്കിംഗ് എല്ലാം പൂർത്തിയാക്കി അനിൽ മേനോനടക്കമുള്ള സംഘം ISS-ലേക്ക്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കും. 8 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഗവേഷണത്തിലാണ് തുടക്കമാവുന്നത്. എത്രമേൽ ചരിത്ര പ്രാധാന്യമുള്ള ദൗത്യമാണ് അനിൽ മേനോന്റെ ഈ യാത്ര? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും കാത്തിരുന്ന അസുലഭ നിമിഷമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. നേരത്തെ തീരുമാനിക്കപ്പെട്ടതുപോലെ എല്ലാം കൃത്യമായി തന്നെ നടന്നു. 8:17 തന്നെ വിക്ഷേപണം നടന്നു. ആ വിക്ഷേപണം വിജയകരമായിരുന്നു എന്ന് മിനിറ്റുകൾക്കകം തന്നെ നാസ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇനി 3 മണിക്കൂറാണ് ഡോക്കിങ്ങിന് വേണ്ട സമയം. കൃത്യം 11:26 തന്നെ ഡോക്കിംഗ് നടക്കുകയും ചെയ്യും. നാളെ പുലർച്ചെ ഏകദേശം 1:25 ദൗത്യസംഘം നിലയത്തിൽ പ്രവേശിക്കും. അവിടെ അവരെ സ്വീകരിക്കാൻ ഇതിനോടകം അവിടെയുള്ള സഞ്ചാരികളൊക്കെ ഒരുങ്ങുന്നതായിട്ടുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും നാസ ഇതിനോടകം നൽകുകയും ചെയ്തു. അവർ അവിടെ അവരെ സ്വീകരിക്കും. അവർക്കാവശ്യമുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിരിക്കും അടുത്ത നടപടി. അതിനുശേഷം ഇവിടെയുള്ള നാസ ഉദ്യോഗസ്ഥരുമായുള്ള കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാകുന്നതോടുകൂടി തന്നെ അവരുടെ പരീക്ഷണങ്ങളിലേക്ക് അവർ കടക്കുകയും ചെയ്യും. പിന്നീടുള്ള 8 മാസക്കാലം എന്നുള്ളത് ഓരോ മിനിറ്റും ലോകത്തെ സംബന്ധിച്ച് നിർണായകമാണ്. പുതിയ അറിവുകളുടെ വലിയൊരു ലോകം തന്നെ ഈ 3 സംഘാംഗങ്ങളും നൽകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബഹിരാകാശ ഗവേഷകരും നിരീക്ഷകരും ഒക്കെ ഉള്ളത്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായുള്ള തയ്യാറെടുപ്പാണ്. പല ഘട്ടങ്ങളിൽ മാറ്റിവെക്കേണ്ടി വന്ന, പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കേണ്ടി വന്ന ഒരു യാത്രയാണ് ഇപ്പോൾ എല്ലാം സജ്ജമായതോടുകൂടി ഇന്ന് നടന്നിരിക്കുന്നത്. ഇതുവരെ എല്ലാം ഭംഗിയായി തന്നെ പോകുന്നു, എല്ലാം വിജയകരമായി തന്നെ പോകുന്നു. ഇനി ഡോക്കിങ്ങിലേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കൃത്യം 11:26 തന്നെ ഡോക്കിംഗ് നടക്കും. 1:25 ദൗത്യസംഘം നിലയത്തിൽ പ്രവേശിക്കും. പിന്നെ 2 തവണയാകും ഇവർ ഭൂമിയെ വലം വയ്ക്കുക. അതിൽ ദുബ്രോവ് ഉണ്ട്, അന്ന കിക്കിയുണ്ട്. 2 പേരും റഷ്യൻ സഞ്ചാരികളാണ്. അനിൽ മേനോൻ മലയാളി വേരുകളുള്ള ഇന്ത്യക്കാരൻ കൂടിയായിട്ടുള്ള അനിൽ മേനോൻ അതിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു. ദുബ്രോവ് കമാൻഡറാണ്. അന്ന കിക്കിയും ഫ്ലൈറ്റ് എഞ്ചിനീയറാണ്. എന്തായാലും 8 മാസം, അടുത്ത വർഷം ഏപ്രിൽ 2027 ഏപ്രിലിനായിരിക്കും സംഘം ഈ യാത്ര പൂർത്തിയാക്കി മടങ്ങുക. 2021 അനിൽ മേനോൻ നാസയുടെ ആസ്ട്രോനോട്ട് ഗ്രൂപ്പ് ഇതിലേക്ക് പോയത്. എന്തായാലും അദ്ദേഹത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ പഠനം, അതായത് ഉയർന്ന പ്രകടനമുള്ള കമ്പ്യൂട്ടറുകൾ, AI, മെച്ചപ്പെട്ട മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ വലിയ തോതിലുള്ള നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളുടെ ബഹിരാകാശ ഉൽപ്പാദനം പരിഷ്കരിക്കുന്നതിനുള്ള ഗവേഷണത്തിലായിരിക്കും അനിൽ മേനോൻ പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്നുള്ള വൈദ്യസഹായത്തിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്ന AI, ഓഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ബഹിരാകാശത്ത് തന്നെ വൈദ്യപരിശോധനകൾ നടത്തുന്ന ഗവേഷണത്തിൽ പങ്കാളി. അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്. ഒരു ശാസ്ത്ര ആളുകൾക്ക് തന്നെ, അല്ലെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് എമർജൻസി ചികിത്സ നടത്തിയിരുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. അതോടൊപ്പം ഒരു എഞ്ചിനീയർ കൂടിയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും വിജയം കൈവരിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് ആ അനുഭവ സമ്പത്ത് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്ക്, പുതിയ ഗവേഷണങ്ങൾക്ക് മുതൽക്കൂട്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹത്തെ ഈ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഇപ്പോൾ അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക്, സ്പേസ് സ്റ്റേഷനിലേക്ക് ഇന്ന് നാളെ പുലർച്ചെ 1:25 കാലുകുത്തുമ്പോൾ സംഭവിക്കുക.